നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ ജീവൻ, അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി. ഇന്ന് നമ്മുടെ നാട്ടുകാരിൽ ഇത്രയും ഹൃദ്രോഗം എന്തുകൊണ്ടുണ്ട് നമുക്കൊന്ന് നോക്കണം. വൈ ഡു യു ഹാവ് സോ മച്ച് ഓഫ് ഹാർട്ട് ഡിസീസ് ഇൻ കേരള? നൗ ഇഫ് യു ലുക്ക് അറ്റ് സ്ട്രക്ചറൽ, നമ്മുടെ ശരീരപ്രകൃതം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരിൽ ദി ഡയമീറ്റർ ഓഫ് ദി കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിൻ്റെ രക്തധമനിയുടെ ഡയമീറ്റർ സാധാരണ മറ്റേ സ്റ്റേറ്റുകൾ ആൾക്കാർ നോക്കുകയാണെങ്കിൽ കുറവാണ്. സ്മോളർ ആർട്ടറീസ്, ദാറ്റ് ഈസ് വൺ. രണ്ടാമത്, ലോട്ട് ഓഫ് ഒബേസിറ്റി, അമിതമായ വണ്ണം. ലോട്ട് ഓഫ് ഫിസിക്കൽ ഇനാക്ടിവിറ്റി, എക്സർസൈസ് കുറവ്. ആൽക്കഹോൾ, സ്മോക്കിംഗ് ആൻഡ് ഹൈ ലെവൽസ് ഓഫ് കൊളസ്ട്രോൾ. നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ദി HDL, ഗുഡ് കൊളസ്ട്രോൾ മിക്ക ആൾക്കാരിലും കുറവാണ്. ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു ജനറ്റിക് ഡിസഡ്വാൻറ്റേജിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ കുറവും ചീത്ത കൊളസ്ട്രോളും കൂടുതലായതുകൊണ്ട് രക്തധമനിയിൽ ഇങ്ങനെ കൊളസ്ട്രോൾ അടിയാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായത്, നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ് കുറച്ച് കൂടുതലുണ്ട്. നിങ്ങൾ കേട്ട് കാണും, ചില ഫാമിലീസിൽ ഹൃദ്രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക? ഇതിനകത്ത് യൂഷ്വലി നമ്മൾ ഒരു ചെക്കപ്പ് നടത്തുക എന്നാണ്. ECG, എക്കോ, ട്രെഡ്മിൽ ടെസ്റ്റ്, ഇതൊക്കെയാണ് ബേസിക് കാർഡിയക് ടെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം തോന്നുവാണെങ്കിൽ നമ്മളൊരു ആൻജിയോഗ്രാം എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് എവിടെയാണ് ബ്ലോക്ക് എന്ന് കൃത്യമായിട്ട് അറിയാം. അത് CT സ്കാൻ മൂലം CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് നോൺ ഇൻവേസീവ്, ഒരു ഡ്രിപ്പ് ഇടുന്ന പോലെ CT സ്കാൻ മെഷീനിലോട്ട് കയറി ഇറങ്ങിയാൽ നമുക്കത് അറിയാവുന്നതാണ്. CT കാൽഷ്യം സ്കോറിംഗ്, ഇതിനകത്ത് ഡൈ ഇല്ലാതെ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി കാൽഷ്യത്തിൻ്റെ മൂലം കാൽഷ്യം സ്കോറിങ്ങിന് ഒരു ഉദ്ദേശം കിട്ടും. കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആൻജിയോഗ്രാം തന്നെ വേണ്ടി വരും. കൺവെൻഷണൽ ഓർ റെഗുലർ ആൻജിയോഗ്രാം എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് ഹാർട്ടിൻ്റെ രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടോ നമ്മൾ നോക്കും. ഇതാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുക. പറയേണ്ട കാര്യം, ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടുകാരിൽ സാധാരണ ആൾക്കാരെക്കാളും കൂടുതൽ ബ്ലോക്കുകളുണ്ട്. ദാറ്റ് മീൻസ് ഒരു രക്തക്കുഴലല്ല, 2-3 രക്തക്കുഴലിനകത്ത് ബ്ലോക്കുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് ചികിത്സ വേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ലെസ് ദൻ 45, നമുക്ക് ഓൾമോസ്റ്റ് 8% ഓഫ് അവർ പോപ്പുലേഷൻ നമുക്ക് ബ്ലോക്കുകളുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു മെസ്സേജ് എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾ എത്ര വയസ്സുണ്ടെങ്കിലും യു ഹാവ് ടു ഹാവ് എ കാർഡിയക് ചെക്കപ്പ്. ഹാർട്ട് നമ്മുടെ നാട്ടിൽ സേഫ് ആക്കി വെക്കേണ്ടത് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. താങ്ക് യു.